ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ലൊരു സബ്ജിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പൊട്ടറ്റോയും പിന്നെ ഗ്രീൻ പീസും ജീരകയും കൂടെ ചേർത്തിട്ട് നല്ലൊരു അടിപൊളി സബ്ജിയാണ് കേട്ടോ. ഒത്തിരി ടേസ്റ്റാണ് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനൊക്കെ. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യട്ടെ. വളരെ ഈസി റെസിപ്പിയാണ്. ഞാൻ വളരെ ഈസി സ്റ്റെപ്പിലാണ് എല്ലാം കാണിക്കാനും പോകുന്നത് കേട്ടോ. ഒത്തിരി എളുപ്പമാണത്. എല്ലാവരും ഒന്ന് നോക്കുക. വീഡിയോ അവസാനം വരുന്ന കാണുക കേട്ടോ. ഈ സബ്ജി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു പൊട്ടറ്റോ ഒത്തിരി വലുതാണ് ആയിരുന്നു കേട്ടോ. അത് തൊലിയൊക്കെ കളഞ്ഞിട്ട് കഴുകി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. അടുത്തതായിട്ട് ഒരു ചീനച്ചട്ടിയിൽ ഞാൻ ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് കുക്കിംഗ് ഓയിൽ ഒഴിച്ചിട്ട് ചൂടാക്കിയിട്ടുണ്ട്. ഇനി അതിലേക്ക് അല്പം കടുക് ചേർക്കണം. ഒരു വറ്റൽ മുളക്, അല്പം കറിവേപ്പിലയും, ഒരു പച്ചമുളകും കൂടി ചേർത്തിട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്താണ്. അതിലേക്ക് ഞാൻ അല്പം മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പുകൂടി ചേർക്കുന്നുണ്ട്. ഇതിനെ ഇറക്കിയിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചൊന്ന് വേവിക്കാം കേട്ടോ. ഇത് എളുപ്പം വേകുന്ന പൊട്ടറ്റോ ആയതുകൊണ്ട് ഞാൻ ഇതിനകത്ത് വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. അഥവാ വേവാൻ താമസമുള്ള പൊട്ടറ്റോ ആണെങ്കിൽ അതിലേക്ക് അല്പം വെള്ളം ചേർക്കാം കേട്ടോ. കുഴപ്പമൊന്നുമില്ല. ഇനി അതിലേക്ക് ഞാൻ ഗ്രീൻ പീസ് കഴുകിയെടുത്തത് ചേർക്കുവാണ്. അതിലേക്ക് അല്പം ഒരു 1/2 ടീസ്പൂൺ ജീരകവും കൂടി ചേർക്കുന്നുണ്ട്. ഇതൊന്ന് നല്ലതായി ഒന്ന് ഇളക്കുക. ഈ സബ്ജിയുടെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതിനകത്ത് ഞാൻ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. റെഡ് ചില്ലി പൗഡറോ ഒന്നും ചേർക്കുന്നില്ല. കട ഇറക്കപ്പോൾ ഒരു റെഡ് ചില്ലി ചേർത്തതേ ഉള്ളൂ. പച്ചമുളക് അതിനകത്ത് നല്ല ഒരു എരിവ് വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് റെഡ് ചില്ലി പൗഡർ ഞാൻ ചേർക്കാതെ ഉണ്ടാക്കുന്ന സബ്ജിയാണ് കേട്ടോ അത്. ഇത് ഒന്നുകൂടി ഒന്ന് അടച്ചു വെച്ച് 2 മിനിറ്റ് വേവിക്കാം. അപ്പോഴത്തേക്കും ഈ ഗ്രീൻ പീസ് ഒന്ന് വേവും കേട്ടോ. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നല്ലമാതിരി എല്ലാം വെന്തു കേട്ടോ. ഉരുളക്കിഴങ്ങ് നല്ലമാതിരി വെന്തു. ഗ്രീൻ പീസും വെന്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കിതിലേക്ക് അല്പം ഒന്ന് കസൂർ മേത്തി ചേർക്കാം കേട്ടോ. പൊടിച്ച് വെച്ചിരിക്കുന്നത് കസൂർ മേത്തിയാണ്. ജീവിതത്തിൽ ഈ സബ്ജിയിലെ ഏറ്റവും നല്ല ഫ്ലേവർ എന്ന് പറഞ്ഞാൽ കസൂർ മേത്തിയാണ്. ഞാനത് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് കസൂർ മേത്തി ചേർക്കണം. പിന്നെ ഒരു മല്ലിയിലയും കൂടി ചേർക്കാം. അല്പം എല്ലാം കൂടി നല്ലതായി മിക്സ് ചെയ്യാം. നല്ലതായി മിക്സ് ചെയ്യാം കേട്ടോ. മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ട് ഗരം മസാല ചേർക്കുക കേട്ടോ. ഗരം മസാല ചേർത്തിട്ട് നല്ലമാതിരി ഒന്ന് ഇളക്കുക. നല്ലമാതിരി ഒന്ന് ഇളക്കുക. ഇനി നമുക്കിതൊന്ന് നല്ലമാതിരി അടച്ചു വെച്ചേക്കാം കേട്ടോ. ഒരു 1/2 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും നല്ല ഫ്ലേവറിൽ വരും ഈ. ഓക്കെ, 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാനിത് സർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് സെർവ് ചെയ്യാനുള്ള സമയമായി കേട്ടോ. നല്ല രുചിയാണ്. ഇത് ചപ്പാത്തിയുടെ കൂടെ ഭയങ്കര അടിപൊളി ടേസ്റ്റ് ആട്ടോ. ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക കേട്ടോ. ഇത് വളരെ ഈസി റെസിപ്പിയാണ്. ഞാൻ വളരെ സിമ്പിളായിട്ടാണ് പറഞ്ഞതും. സിമ്പിൾ റെസിപ്പിയാണത്. അധികം സ്റ്റെപ്സ് ഒന്നുമില്ല. എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. എല്ലാം ഒരു 10 മിനിറ്റ് നിങ്ങൾക്കിത് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇത് എല്ലാവരും ട്രൈ ചെയ്യുക കേട്ടോ. ഓക്കെ, ബൈ.